ഉന്മൂലനം ചെയ്യുവാൻ, എണ്ണം കുറയ്ക്കുവാൻ അതികഠിനമായി സുവിശേഷത്തിലെ ശിക്ഷത്തിന്റെ വില എന്താണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സമാധാനമല്ല, വാളാണ് ഈ ലോകത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. യേശുവിന്റെ അനുയായികളായി ആഗ്രഹിക്കുന്നവർ നമ്മൾ ദൈവത്തെ പ്രാധാന്യപ്പെടുത്തുകൊണ്ട് മറ്റു ബന്ധങ്ങളെയും കുടുംബബന്ധങ്ങളെയും ഒക്കെ ഉപേക്ഷിക്കുവാൻ നമ്മൾ സന്നദ്ധരാകുമെന്ന് സുവിശേഷത്തിലെ എല്ലാവരേക്കാൾ ദൈവത്തിന്റെ ഉത്തമസ്ഥാനം മാത്രമേ യഥാർത്ഥ സമാധാനം അനുഭവിക്കുവാൻ സാധിക്കുള്ളൂ. ക്രിസ്തുവിന്റെ അനുയായികളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിരിക്കുന്ന തെറ്റുകളെ പാപങ്ങളെയോ മനസ്സരിച്ച് ദൈവത്തോട് പാപത്തോട് നമ്മൾ ഭക്തിയോടെ സർവശക്തനായ ഒരു സഹോദരനെയും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വഴിതെറ്റിയവർ നേർവഴിയിലേക്ക് തിരികെ വരാൻ പ്രാപ്തരാകേണ്ടതിന് അങ്ങേ സത്യത്തിന്റെ പ്രകാശം അവർക്ക് കാണിക്കുന്നു. ക്രിസ്തീയ വിശ്വാസം പ്രഖ്യാപിക്കുന്നവരെല്ലാം ആ ക്രിസ്തീയ നാമത്തിലെ വിരുദ്ധമായവ ഉപേക്ഷിക്കുവാനും അനന്തമായവയെ ഇടയാക്കണം. Israel
കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തെന്നാൽ ഒരുവനെ തൻ്റെ പിതാവിനെതിരായും മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായിമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവൻ്റെ ശത്രുക്കൾ. എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാൻ്റെ പ്രതിഫലവും ലഭിക്കുന്നു. ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു 12 ശിഷ്യന്മാർക്കും നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം അവരുടെ പട്ടണങ്ങളിൽ പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനും അവിടുന്ന് പുറപ്പെട്ടു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം മനസ്സിലാക്കാൻ സ്വാഭാവികമായിട്ട് നമുക്ക് പ്രയാസമുണ്ട്. ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയുന്ന ഈശോയുടെ ഈ വാക്കുകൾ എന്തർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കുക? യേശുനാഥൻ്റെ ജനനത്തിൽ ക്രിസ്മസ് രാത്രിയിൽ മാലാഖമാർ പാട്ടുപാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന്. സമാധാനത്തിൻ്റെ രാജാവാണ് യേശു ക്രിസ്തു എന്ന് യഹൂദ ജനങ്ങൾ അവരുടെ സങ്കല്പത്തിൽ ചിന്തിച്ചിരുന്നതാണ്. അത് ശരിയാണ്, യേശുനാഥൻ. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നു, ഞാൻ സമാധാനം കൊണ്ടുവരാനല്ല ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്, വാളാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു. എന്താണ് യഥാർത്ഥ ശിഷ്യന്മാർ, എങ്ങനെയുള്ളവരായിരിക്കണം, എപ്രകാരമുള്ള സ്വഭാവമുള്ളവരായിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന അവസരത്തിൽ യേശു പറയുന്ന വാക്കുകളാണിത്. വാള് എന്നതിന് അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളാണ്, വേദനകളാണ്, തിരസ്കരണങ്ങളാണ്. യേശുവിനെ പ്രതി കുടുംബങ്ങളിൽ തന്നെ ഭിന്നതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യഹൂദ ജനങ്ങളുടെ കുടുംബങ്ങളിലും യേശുവിനെ ചിലർ അംഗീകരിച്ചപ്പോൾ മറ്റു ചിലർ തിരസ്കരിച്ചു. അതുകൊണ്ടാണ് അവിടെ ഭിന്നതകൾ ഉണ്ടാകുക. അത് കർത്താവ് കാരണമല്ല, എന്നാൽ അവർക്ക് യേശുവിൻ്റെ സുവിശേഷത്തെയോ യേശുവിനെയോ അംഗീകരിക്കുവാൻ സാധിക്കാതെ പോയതിലുള്ള പ്രശ്നമാണ്. യേശുനാഥൻ ഈ ലോകത്തിലേക്ക് വന്നത്
സമാധാനം നൽകാൻ തന്നെയാണ് എന്ന് നമ്മൾക്കറിയാം. സമാധാനത്തിൻ്റെ രാജാവായിട്ടാണ് യേശുനാഥൻ ഈ ലോകത്തിലേക്ക് വന്നത്. സമാധാനത്തിൻ്റെ രാജാവ് പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് കുരിശ് മരിച്ചുകൊണ്ടാണ് ഈ സമാധാനം നമുക്ക് നൽകുന്നത് എന്ന് നാം വിസ്മരിക്കരുത്. അതുകൊണ്ടാണ് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന യേശുനാഥൻ ശിഷ്യന്മാരുടെ മനോഭാവം സഹന ജീവിതത്തിൽ കൂടെയാണ് യഥാർത്ഥമായിട്ടുള്ള സമാധാനം അവർക്ക് ലഭിക്കുകയുള്ളൂ എന്നും യഥാർത്ഥ സമാധാനം ഉള്ളവർക്ക് മാത്രമേ യേശുവിൻ്റെ അനുയായികളാകുവാൻ സാധിക്കുകയുള്ളൂ എന്നും യേശുവിൻ്റെ രാജ്യത്തിൽ അംഗങ്ങളാകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് യേശു അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. യേശുവിൻ്റെ മരണത്തിന് ശേഷം അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആദ്യ അപ്പസ്തോലന്മാർക്ക് തന്നെ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു. അവർക്ക് യേശുവിന് വേണ്ടി തങ്ങളുടെ ജീവിതം ബലിയർപ്പിച്ചു. ഈ വാളുകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട്. സഹനങ്ങളിൽ കൂടെ, വേദനകളിൽ കൂടെ, പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുവാൻ നാം വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യന്മാരാകുക. അങ്ങനെയുള്ളവർക്കാണ് യഥാർത്ഥമായ സമാധാനം അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഉള്ള അനുഗ്രഹം ലഭിക്കുകയുള്ളൂ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ക്ലേശങ്ങളെയും ബുദ്ധിമുട്ടുകളെയും വേദനകളെയും പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് യേശുവിൻ്റെ കുരിശുമെടുത്ത് യേശുവിൻ്റെ പിന്നാലെ പോകുവാൻ ഉള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കട്ടെ എന്ന് ഇന്നത്തെ ദിവ്യബലിയിൽ യേശുനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കടം എല്ലാം അകറ്റി സാന്ത്വനമാകരുളേണം. അർച്ചന സുനങ്ങളോടെ സങ്കീർത്തനങ്ങളും പാടി നാഥന്റെ മുമ്പിൽ വരുന്നു. ഞങ്ങളെ യാഗമാക്കുക. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, കേണപേക്ഷിക്കുന്ന സഭയുടെ കാണിക്കകൾ കടാക്ഷിക്കുകയും അവയുടെ സ്വീകരണം വിശ്വാസികളുടെ വിശുദ്ധീകരണത്തിൻ്റെ വർധനയ്ക്ക്
ഇടയാക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത്യുച്ചത്വവും ന്യായവും അത്രയും. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങിൽ ഞങ്ങൾ ജീവിക്കുകയും ചരിക്കുകയും ആയിരിക്കുകയും ചെയ്യുന്നു. രൂപപ്പെട്ട ഈ ശരീരത്തിൽ ആയിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങേ കാരുണ്യത്തിൻ്റെ ഫലങ്ങൾ അനുദിനം അനുഭവിക്കുക മാത്രമല്ല, ഇപ്പോൾ നിത്യതയുടെ അച്ചാരം കരഗതമാക്കുകയും ചെയ്തിരിക്കുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് വഴി അവിടുത്തെ പ്രഥമ ഫലങ്ങൾ സ്വീകരിച്ച ഞങ്ങൾ അവ ഞങ്ങൾക്ക് നിത്യമായ പെസഹ രഹസ്യമായിരിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. ആകയാൽ ഞങ്ങളും എല്ലാ മാലാഖമാരോടൊപ്പം അങ്ങേ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവകമായ സന്തോഷത്തോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട്
അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനെ ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങയുടെ മക്കളേക്ക് വിളിച്ച അങ്ങേ ദാസർ KJ സേവിയർ, മേബിൾ സേവിയർ, മേരി ഫെർണാണ്ടസ്, ജോർജ്, കാർമിലി മത്തായി, ഫാദർ ജോർജ് കുടിയിലിങ്കൽ, KC ജോർജ്, ലോനപ്പൻ, മേരി ലോനപ്പൻ, ജോക്കീം ലോനപ്പൻ, ഷാജി ലോനപ്പൻ, അവരെ കീരമ്പിള്ളി, എലീശ കീരമ്പിള്ളി, KC ജോസഫ്, ലില്ലി ജോസഫ്, ഫിലോമിന ജോസഫ്, ജോൺ KJ, വർക്കി, ത്രേസ്യക്കുട്ടി, ബ്രിജിറ്റ, മറിയക്കുട്ടി, സൂസി ഓഗസ്റ്റിൻ, എല്ലാ ആത്മാക്കൾ, പേളിപ്പറമ്പിൽ ലാസർ എന്നിവരെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായി അവിടുത്തോടൊന്നായി തീർന്ന ഇവരെ അവിടുത്തെ ഉത്ഥാനത്തിൽ ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അടുത്തൊരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ്
ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിന് സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ലോകത്തിൻ്റെ പാവം നീക്കുന്ന ദിവ്യഞ്ഞാടെ ഞങ്ങളിൽ കരയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഞ്ഞാടെ ഞങ്ങളിൽ കരയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവെ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സ്വയം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യീകരണ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ ഇപ്പോൾ അങ്ങയെ സ്വീകരിക്കാൻ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങനിൽ സന്നിധനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ.
തന്നെ അനുഗമിക്കാനവൻ എന്നെ വിളിക്കും. തിരുവചനം പകർന്നെൻ്റെ വഴി തെളിക്കും. ശക്തി പകരും എന്നെ അനുഗ്രഹിക്കും. എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും. ഒന്നു സ്തുതിച്ചാൽ അവനെൻ്റെ മനം തുറക്കും. ഒന്നു കരഞ്ഞാൽ ഓമനിച്ചെന്നിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഒന്നു വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും. ഒന്നു സ്തുതിച്ചാൽ അവനെൻ്റെ മനം തുറക്കും. ഒന്നു കരഞ്ഞാൽ ഓമനിച്ചെന്നിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യരഹസ്യത്തിലുള്ള പങ്കാളിത്തോടൊപ്പം ഞങ്ങളുടെ രക്ഷയുടെ ഫലവും വർദ്ധമാനമാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. കർമ്മലമാതാ നിന്മക്കൾ ഞങ്ങൾ ദിവ്യനാമൾക്കാർ വേദിയിൽ 1000 വിളക്കു കൊളുത്തിട ആനന്ദ
പാടാം. വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക്